നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ എരിവുള്ള അടിപൊളി ബീഫ് ഫ്രൈ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വേഗം വായും, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടിട്ട് വരാം. അപ്പോൾ ബീഫ് ഫ്രൈക്ക് വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി 1 കിലോ ബീഫിലേക്ക് 30 ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയുള്ളി തന്നെ എടുക്കണേ, സവാള എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയുടെ ഇതൊക്കെ അതിലേക്ക് നന്നായി ഇറങ്ങണേ. അതിനുശേഷം അത് കുക്കറിലേക്ക് ഇട്ട് ഞാനൊരു 6 വിസിലാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ച് വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ട് ചതയ്ക്കുക. എന്നിട്ട് അതുകൂടി ചേർത്ത് ഈ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ബീഫ് വേവിച്ചത്, പക്ഷേ ആ ബീഫിൽ തന്നെ ഇറങ്ങിയ ചാറാണ്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, കളയരുത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണേ. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കാതെ ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല കറുപ്പ് കളറാക്കി എടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ട ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുരിഞ്ഞ നല്ല ചൂട് പൊറോട്ടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.